പസഫിക് മേഖലയിൽ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് റഷ്യയും ചൈനയും സംയുക്തമായി നടത്തിയ വ്യോമ സൈനിക പ്രകടനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കിഴക്കൻ ചൈന കടൽ, ജപ്പാൻ കടൽ, പടിഞ്ഞാറൻ പസഫിക് സമുദ്രം എന്നിവയ്ക്ക് മുകളിലൂടെ 6 മണിക്കൂറിലധികം നീണ്ടുനിന്ന തന്ത്രപ്രധാനമായ വ്യോമ പട്രോളിംഗ് ആണ് ഇരു രാജ്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയത്. മോസ്കോയും ബീജിംഗും തമ്മിൽ അതിവേഗം വളർന്നു വരുന്ന സൈനിക പങ്കാളിത്തത്തിന്റെയും തന്ത്രപരമായ ആഴത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു ഈ സംയുക്ത ദൗത്യം. റഷ്യയുടെ അത്യാധുനിക Tu-95MS ബോംബർ വിമാനങ്ങളും ചൈനയുടെ കരുത്തുറ്റ H-6K തന്ത്രപ്രധാന ബോംബറുകളുമാണ് ഈ ദീർഘദൂര പട്രോളിംഗിൽ പ്രധാനമായും പങ്കെടുത്തത്. ആണവായുധങ്ങൾ വരെ വഹിക്കാൻ ശേഷിയുള്ള ഈ ഭീമൻ യുദ്ധവിമാനങ്ങൾ ഒന്നിച്ച് ആകാശത്ത് അണിനിരുന്നത് മേഖലയിലെ ശക്തിബലങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. പസഫിക് മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനത്തെ വെല്ലുവിളിക്കാൻ തങ്ങൾ സജ്ജമാണെന്ന പ്രഖ്യാപനമാണ് ഈ സംയുക്ത നീക്കത്തിലൂടെ ഇരു വൻ ശക്തികളും നൽകുന്നത്. ഈ സൈനിക നീക്കത്തിനിടയിൽ റഷ്യൻ ചൈനീസ് യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ വ്യോമ പ്രതിരോധ തിരിച്ചറിയൽ മേഖലയിലേക്ക് പ്രവേശിച്ചതായി ദക്ഷിണ കൊറിയൻ സൈന്യം സ്ഥിരീകരിച്ചു. ദക്ഷിണ കൊറിയയുടെ വ്യോമാതിർത്തിക്ക് തൊട്ടടുത്തുള്ള ഈ മേഖലയിലേക്ക് വിദേശ വിമാനങ്ങൾ കടന്നത് സിയോളിൽ വലിയ പരിഭ്രാന്തി പരത്തി. സംഭവത്തെ തുടർന്ന് ദക്ഷിണ കൊറിയൻ വ്യോമസേന തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ അടിയന്തരമായി പറത്തുകയും സ്ഥിതിഗതികൾ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയും ചെയ്തു. എന്നിരുന്നാലും റഷ്യയുടെയോ ചൈനയുടെയോ വിമാനങ്ങൾ ദക്ഷിണ കൊറിയയുടെ പരമാധികാര വ്യോമാതിർത്തി ലംഘിച്ചിട്ടില്ലെന്ന് പിന്നീട് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു സാധാരണ പെട്രോളിംഗ് മാത്രമായിരുന്നു ഇതെന്നാണ് മോസ്കോയും ബീജിംഗും അവകാശപ്പെടുന്നത്. എന്നാൽ നയതന്ത്രപരമായി അമേരിക്കൻ സഖ്യകക്ഷിയായ ദക്ഷിണ കൊറിയയെയും ജപ്പാനെയും സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടെന്ന് വ്യക്തമാണ്. ഇന്തോ പസഫിക് മേഖലയിൽ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ അതീവ സങ്കീർണമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ സൈനിക ഓപ്പറേഷൻ നടന്നിരിക്കുന്നത്. മേഖലയിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ക്വാഡ്, ഓക്കസ് തുടങ്ങിയ സഖ്യങ്ങൾ ശക്തമാകുന്നതിനെ പ്രതിരോധിക്കാൻ റഷ്യയും ചൈനയും തങ്ങളുടെ പ്രതിരോധ ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതാക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ തങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന സന്ദേശമാണ് വ്ളാഡിമിർ പുടിനും ഷീ ജിൻപിങ്ങും ഇതിലൂടെ ലോകത്തിന് നൽകുന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് ശേഷം ആഗോളതലത്തിൽ രൂപപ്പെട്ട പുതിയ ചേരിതിരിവുകളുടെ തുടർച്ചയായാണ് ഈ വ്യോമ നിരീക്ഷണം വിലയിരുത്തപ്പെടുന്നത്. യൂറോപ്പിൽ റഷ്യ നേരിടുന്ന ഒറ്റപ്പെടലിന് പകരമായി ഏഷ്യ പസഫിക് മേഖലയിൽ ചൈനയുടെ പിന്തുണ ഉറപ്പാക്കാൻ മോസ്കോയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തായ്വാൻ കടലിടുക്കിലും തെക്കൻ ചൈന കടലിലും അമേരിക്കയിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ റഷ്യൻ സൈന്യത്തിന്റെ സാന്നിധ്യം ചൈനയ്ക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നു. ഈ 6 മണിക്കൂർ നീണ്ട ആകാശ പ്രകടനം വെറും ഒരു നിരീക്ഷണം മാത്രമല്ല, മറിച്ച് ഇരു രാജ്യങ്ങളുടെയും വ്യോമസേനകൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കം കൂടിയാണ്. വരും കാലങ്ങളിൽ ഉണ്ടാകാനിടയുള്ള വലിയ സൈനിക പ്രതിസന്ധികളെ ഒന്നിച്ച് നേരിടുന്നതിനുള്ള സംയുക്ത പരിശീലനമായാണ് ഇതിനെ പ്രതിരോധ വിദഗ്ധർ കാണുന്നത്. ഇത് മേഖലയിലെ പരമ്പരാഗത സുരക്ഷാ സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. സ്വന്തം അതിർത്തികൾക്ക് തൊട്ടടുത്ത് റഷ്യയുടെയും ചൈനയുടെയും അറ്റോമിക് ബോംബറുകൾ ഒന്നിച്ചു പറക്കുന്നത് ടോക്കിയോയെ കടുത്ത ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി ജപ്പാൻ തങ്ങളുടെ പ്രതിരോധ ബജറ്റ് കുത്തനെ കൂട്ടുന്നതിന്റെ പ്രധാന കാരണം ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ഒരേ സമയം നേരിടുന്ന ഇത്തരത്തിലുള്ള സൈനിക സമ്മർദ്ദങ്ങളാണ്. പസഫിക് സമുദ്രത്തിലെ ഈ ശക്തി പ്രകടനം വാഷിംഗ്ടണിലും ശക്തമായ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്തോ പസഫിക് മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷികളായ ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഫിലിപ്പീൻസ് എന്നിവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്ക കൂടുതൽ പ്രതിജ്ഞാബദ്ധരാകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. പെന്റഗൺ ഈ സംയുക്ത വ്യോമ പട്രോളിംഗിനെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. കൂടാതെ തങ്ങളുടെ പസഫിക് കമാൻഡിന് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ചൈനയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങുന്നതല്ലെന്നും അത് പ്രായോഗിക തലത്തിൽ അതിശക്തമാണെന്നും ഈ ദൗത്യം തെളിയിക്കുന്നു. സാമ്പത്തിക നയതന്ത്ര മേഖലകൾക്ക് പുറമെ സൈനിക തന്ത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒരേ മനസ്സോടെയാണ് നീങ്ങുന്നത്. ഇത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഒരു പുതിയ സൈനിക അച്ചുതണ്ട് രൂപപ്പെടുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. പെട്രോളിംഗിൽ പങ്കെടുത്ത Tu-95MS H-6K വിമാനങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട്. ശീതയുദ്ധകാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് പസഫിക്കിന്റെ ആകാശത്ത് നിന്ന് ലഭ്യമായിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ 2 ആണവ ശക്തികൾ കൈകോർക്കുമ്പോൾ അത് ആഗോള സുരക്ഷാ ക്രമത്തെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക പല വികസ്വര രാജ്യങ്ങൾക്കുമുണ്ട്. മേഖലയിലെ ചെറുകിട രാജ്യങ്ങൾ ഈ 2 വൻശക്തികളുടെയും സൈനിക നീക്കങ്ങളെ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും റഷ്യയുടെ സൈനിക കരുത്തും ഒത്തുചേരുമ്പോൾ തങ്ങളുടെ പരമാധികാരത്തിന്മേൽ അത് സമ്മർദ്ദമുണ്ടാക്കുമോ എന്നവർ ഭയപ്പെടുന്നു. അന്താരാഷ്ട്ര ജലപാതകളിലെയും വ്യോമപാതകളിലെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഈ പുതിയ സൈനിക സഖ്യം ബാധിച്ചേക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ റഷ്യ ചൈന തന്ത്രപരമായ അടുപ്പം അതീവ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട ഒന്നാണ്.
പരമ്പരാഗത സുഹൃത്തായ റഷ്യയും അതിർത്തിയിലെ പ്രധാന എതിരാളിയായ ചൈനയും തമ്മിൽ സൈനികമായി ഇത്രയും അടുക്കുന്നത് ഇന്ത്യയുടെ നയതന്ത്ര സമവാക്യങ്ങളെ ബാധിച്ചേക്കാം. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ ക്വാഡ് സഖ്യവുമായി ചേർന്ന് കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഇന്ത്യ നിർബന്ധിതരായേക്കും. ഈ സംയുക്ത പട്രോളിംഗ് വരും ദിവസങ്ങളിൽ കൂടുതൽ വലിയ സൈനിക അഭ്യാസങ്ങളിലേക്ക് വഴിമാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കടലിലും ആകാശത്തും ഒരേ സമയം സംയുക്ത യുദ്ധ പരിശീലനങ്ങൾ നടത്താൻ മോസ്കോയും ബീജിംഗും പദ്ധതിയിടുന്നതായാണ് സൂചനകൾ. ഇത് പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും സംഘർഷങ്ങൾക്ക് പിന്നാലെ ഏഷ്യ പസഫിക്കിലും ഒരു യുദ്ധഭീതി നിലനിർത്താൻ കാരണമാകും. ബീജിംഗും മോസ്കോയും തമ്മിലുള്ള പ്രതിരോധ കൂട്ടുകെട്ടിന്റെ പുതിയ അധ്യായമാണ് പസഫിക് ആകാശത്ത് എഴുതപ്പെട്ടിരിക്കുന്നത്. പരമ്പരാഗത പാശ്ചാത്യ മേധാവിത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പുതിയ ആഗോളക്രമം കെട്ടിപ്പടുക്കാനുള്ള ചൈനയുടെയും റഷ്യയുടെയും ശ്രമങ്ങളുടെ നേരിട്ടുള്ള തെളിവാണ് ഈ 6 മണിക്കൂർ നീണ്ട സൈനിക ഓപ്പറേഷൻ. ലോകം വീണ്ടും ഒരു ശക്തമായ ശീതയുദ്ധത്തിലേക്ക് പൂർണ്ണമായും വഴുതി വീഴുകയാണോ എന്ന ചോദ്യമാണ് ഈ വ്യോമ നിരീക്ഷണം അവശേഷിപ്പിക്കുന്നത്.